ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വെയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുന്തൻ ബാംഗിൾ സെറ്റാണ്. അതിനുവേണ്ടി ഞാൻ മകളുടെ പഴയ ബാംഗിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിതിന് വലിയ വീതി വേണ്ട, അതുകൊണ്ട് ഞാൻ 2 ബാംഗിളാണ് ഒരുമിച്ച് പേസ്റ്റ് ചെയ്യുന്നത്. നന്നായി ഗം അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കണം. ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സിൽക്ക് ത്രെഡ് കവർ ചെയ്യാവൂ, അല്ലെങ്കിൽ അതെല്ലാം കൂടെ പൊളിഞ്ഞ് കയ്യിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി അത് ഉണങ്ങണം. അതിനുവേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ. സിൽക്ക് ത്രെഡ് കവർ ചെയ്യുന്നതിന് മുന്നേ നമ്മളിതുപോലെ ആ ത്രെഡിലേക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് ഇളകി നമ്മുടെ കയ്യിൽ വരത്തില്ല. അതിനുശേഷം നമ്മൾ ബാംഗിളിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. നമ്മളത് സിൽക്ക് ത്രെഡ് കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ആ ഗമ്മിലേക്ക് നമ്മളത് ഫോൾഡ് ചെയ്തിട്ട് വേണം, ത്രെഡ് ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മളതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യത്തെ 1-2 പ്രാവശ്യം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കത് കവർ ചെയ്തെടുക്കാൻ പറ്റും. നന്നായി ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യണം, ഗ്യാപ്പൊന്നും വരരുത്, എന്നാലേ അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് വരുള്ളൂ. അവസാനം ആ ത്രെഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ആ ത്രെഡ് ലാസ്റ്റുള്ള ബാലൻസുള്ള കട്ട് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്ത് വെക്കുക. അത് നന്നായിട്ട് ടൈറ്റായിരിക്കും. ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പഴയ ബാംഗിൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കവർ ചെയ്തതെന്ന് ആരും പറയത്തില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഫിനിഷിംഗ് ആണ്. ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബാംഗിളുടെ ഗ്ലൂ നന്നായിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള സ്റ്റോൺസ് യൂസ് ചെയ്യാം. കുന്തനിലെ മാറ്റും ഗ്ലാസ് കൊണ്ട് ഞാൻ ഇവിടെ ഗ്ലാസ് കുന്തനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേസ്റ്റ് ആവും. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇളകത്തൊന്നുമില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാൻ കേട്ടോ. ഞാനിത് ഒരു രീതിക്ക് ഞാൻ ചെയ്തതെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ കലാവാസനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇളകി പോകത്തൊന്നുമില്ല. അത് കുറച്ച് ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യുക. വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാ ബാംഗിളും നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ 4 ബാംഗിളും നോക്കി എന്ത് ഭംഗിയാണ്.